അപ്പോൾ അത് പുലർച്ചെ തന്നെ ഒരു കിടിലം ട്രിപ്പിന് വേണ്ടി പോയാണ്. അപ്പോൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിരിക്കണം. ഏകദേശം 5 പേരുണ്ട്. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇങ്ങനെ യാത്ര പോയാണ്. അപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ നമുക്ക് താണ്ട കുറേ അക്കാനിയൊക്കെ കൊടുക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ നേരെ ഇറങ്ങി അക്കാനിയൊക്കെ കുടിച്ചു. അപ്പോൾ അക്കാനി കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു ബോട്ടിലിൽ നിന്ന് 2 ബോട്ടിൽ അക്കാനി എന്നപ്പോൾ ഏകദേശം അവർ 600 രൂപയോളം ഞങ്ങളെ പറ്റിച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ആദ്യം 100 രൂപയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവന്മാർ തേച്ചാണ് നമുക്ക് തന്നത്. എന്നിട്ടും കുഴപ്പമില്ല, ഇതിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവന്മാർ തേപ്പാണെന്ന്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചുള്ള ക്യാഷും കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ യാത്ര പോയി വന്നു. അത് കഴിഞ്ഞ് കുറേ ദൂരം എത്തിയപ്പോഴാണ് നമ്മുടെ വേറെ സംഭവം കൊണ്ട് കുഞ്ഞിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്, അതായത് നമ്മളെ പനയുടെ പൊങ്ങ്. അങ്ങനെ അപ്പോൾ അതിനെ നമ്മൾ വെട്ടി കൊടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നേരെ മേടിച്ചു. അത് ഏകദേശം 50 രൂപയ്ക്കാണ് ഞങ്ങൾ മേടിച്ചത്. അത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കഴിച്ചിട്ടുള്ള സാധനമായിരുന്നു. അതായത് നമ്മുടെ തെങ്ങിൻ്റെ പൊങ്ങ് ഇരിക്കുന്നതിൻ്റെ വേറൊരു ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അത് മേടിച്ചു അങ്ങോട്ട് കഴിച്ചു നോക്കി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെന്തായാലും രാവിലെ എന്താ പറയുക, നമ്മുടെ അക്കാനിയുടെ തേഞ്ഞെങ്കിൽ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും മേടിച്ചത് ആപ്പിൾ ജാമ്പയ്ക്കായിരുന്നു. അപ്പോൾ കാക്കിൽ ഏകദേശം 50 രൂപയ്ക്കാണ് മേടിച്ചത്. അത് ആ പുള്ളിക്കാരൻ തന്നെ കട്ട് ചെയ്ത് അതിലോട്ട് കുറച്ച് മസാലയൊക്കെ നമുക്ക് തൂറ്റിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂറ്റി തന്നതിന് ശേഷം ഞങ്ങൾ കഴിച്ചു നോക്കി. എൻ്റെ പൊന്നു എന്നാ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആപ്പിൾ ജാമ്പയ്ക്ക് കിടുമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത് എവിടെ പോകാമെന്നൊരു പ്ലാനിലിരിക്കുമ്പോഴാണ് അടുത്ത് പറഞ്ഞു തിരുമലൈക്കോവിൽ പോകാമെന്നും. അങ്ങനെ തിരുമലൈക്കോവിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരുമലൈക്കോവിലേക്ക് നേരെ അങ്ങോട്ട് എൻട്രി. അപ്പോൾ അവിടെ നേരെ നമ്മൾ അകത്ത് കയറി കുറച്ച് ദൂരം പോയി. ഭയങ്കര വെയിലായിരുന്നു. ഏകദേശം ഉച്ച സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ യാത്രയ്ക്ക് ആൾക്കാരൊക്കെ കുറവുണ്ടെന്നല്ല, എന്നാലും നിറയെ ആൾക്കാർ അവിടെ കാണാൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ദണ്ഡ തിരുമലൈക്കോവിലിൻ്റെ മേളിൻ്റെ അവിടെ എത്തിയതിനു ശേഷം അവിടെ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കി. അപ്പോൾ ക്ഷേത്രം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഒരുപാട് ഭക്തജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടെ എന്തു പറയാം, നമ്മുടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നദാനം കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, നല്ല തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കഴിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടൊക്കെ നന്നായിട്ട് നടന്നു കണ്ടു. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇടയ്ക്കെങ്കിലും പോയി കാണാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം ക്ഷേത്രം തന്നെയാണ് തിരുമലൈക്കോവിൽ. അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. കുറച്ച് ദൂരം എത്തിയപ്പോൾ ഞങ്ങൾക്ക് വെള്ളം ദാഹമെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ എന്ത് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ടിക്കിക്കുള്ളിൽ ഒരുപാട് സ്നാക്സും എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇന്നൊരു തണ്ണിമത്തൻ എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ അതിനുള്ളിലിരിക്കുന്നത് നിന്ന് ഒരു തണ്ണിമത്തൻ നേരെ നമ്മളെടുത്ത് ഏകദേശം ഒരു 5 കിലോയോളം വെയിറ്റ് വരുന്ന ഒരു തണ്ണിമത്തനായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത് ഇതിനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വഴിയരികിൽ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ കട്ട് ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം തണ്ണിമത്തനെ കട്ട് ചെയ്തെടുത്തു. കാണാൻ വലിയ തോതിൽ കളറൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ഉള്ളതായിരുന്നു. നല്ല മധുരമുണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടും അതുപോലെ തന്നെ നല്ല ദാഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അതിനെ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം അടുത്തിന് എവിടെ പോകാം എന്നൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ പോയിട്ട് ഒരിടത്തെല്ലാം തേഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ചെയ്ത സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഓംപ്ലേറ്റ് അടിച്ച് കഴിച്ചു. ആദ്യം ഓംപ്ലേറ്റ് അടിച്ചു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സവാള ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ അടിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ പരിപാടിയിലേക്ക് കിടന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബ്രെഡ് എടുത്തു, ബ്രെഡ് ഓംപ്ലേറ്റും തയ്യാറാക്കി. അത് കഴിഞ്ഞും അപ്പോഴത്തെ സലാഡും എല്ലാം അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് കഴിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ എന്ത് പറയാം, ഈ ബ്രെഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കി നോക്കി, അതും കഴിച്ചു. അതിനുശേഷം പിന്നെ ബുൾസ് ലാസ്റ്റ്. അങ്ങനെ ബുൾസയൊക്കെ അടിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയതെന്ന് പറയുന്നത് റോസ്മലയിലായിരുന്നു. പക്ഷേ റോസ്മലയിൽ റോഡ് വർക്ക് നടക്കുന്നുണ്ട്, അതിനുള്ളിലോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം വൈകിട്ടുള്ള ഫുഡിൻ്റെ കാര്യമെത്തി. അങ്ങനെ വൈകിട്ടുള്ള ഫുഡും ഞങ്ങൾ നേരെ എടുത്ത് കഴിച്ചതിന് ശേഷം ഈ പ്രാവശ്യത്തെ എന്തു പറയുക, ട്രിപ്പിന് പോയിട്ട് അങ്ങ് അധികമായിട്ടൊന്നും കറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഫ്രണ്ട്സുമായിട്ടുള്ള കറക്കവും ഫുഡും എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു പ്രത്യേകതരം ഒരു രസം തന്നെ ഉണ്ടായിരുന്നു ട്രിപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട്